നമസ്കാരം. ധനു സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സാണ്. ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് 3 ക്വസ്റ്റ് പേപ്പറിൻ്റെ GK പോർഷൻസ് മാത്രമാണ്. ഒന്ന് 106/2016 ആണ്. അത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആണ്. നെക്സ്റ്റ് വരുന്നത് 116/2016 ആണ്. അത് ലാസ്റ്റ് ഗേഡ് സർവൻസ് ആണ്. നെക്സ്റ്റ് 136 ആണ്. അത് എൽഡിക്കർക്ക് ബിവറേജ് കോർപ്പറേഷൻ. ഇത് മൂന്നിൻ്റെയും കൂടി GK പോർഷൻസ് മാത്രമാണ് ഈ കണ്ടന്റാണ് നമുക്കിന്നിവിടെ ഉള്ളത്. അപ്പോൾ LP UP എഴുതുന്ന കുട്ടികൾക്കും അതുപോലെ LDC എഴുതുന്നവർക്കും LDCക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ GK പോർഷൻസ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2015 ജൂലൈ 1 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? ആൻസർ ഡിജിറ്റൽ ഇന്ത്യ ആണ് വരുന്നത്. നെക്സ്റ്റ്, 2015 അർജുന അവാർഡ് നേടിയ മലയാളി താരം. 2015 അർജുന അവാർഡ് നേടിയ മലയാളി താരം ആരാണ്? ഇവിടെ ആൻസർ ഏതാണ് വരിക? PR ശ്രീജേഷ്. 2015 ആരാണ്? PR ശ്രീജേഷ്. ഇപ്പോൾ 2023 പ്രണോയ് എറണാകുളത്തുകാരനാണ്. അതുപോലെ എൽദോസ് തിരുവനന്തപുരംകാർ. രണ്ട് പേർക്ക് എന്തുണ്ട്? 2023 അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് പ്രണോയ് അതുപോലെ എൽദോസ് 2023 അർജുന അവാർഡ് നേടിയ മലയാളി താരങ്ങളാണ്. അതുപോലെ കേരളത്തിൽ ലഭിച്ച ഒരാളുണ്ട്. ആരാണ്? അത് 2022 കേരളത്തിൽ ലഭിച്ച ഒരാളുണ്ട്. ആരാണ്? ശരത് കമാൽ എന്ന് പറയും. ശരത് കമാലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് വ്യാപം അഴിമതി കേസ്? ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് വ്യാപം അഴിമതി കേസ് വരുന്നത്? ആൻസർ ഏതാണ്? മധ്യപ്രദേശാണ് ആൻസർ. നെക്സ്റ്റ് വരുന്നത്, വേൾഡ് ഗോൾഡ് കൗൺസിൽ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? വേൾഡ് ഗോൾഡ് കൗൺസിൽ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ആൻസർ സൂറിച്ചാണ്. വേൾഡ് ഗോൾഡ് കൗൺസിൽ സൂറിച്ചാണ്. നെക്സ്റ്റ്, 2015 സെൻസസ് പ്രകാരം ജനസംഖ്യയിൽ പുരുഷന്മാരേക്കാൾ സ്ത്രീകൾ കൂടുതൽ ഉള്ള കേന്ദ്രഭരണ പ്രദേശം. 2015 സെൻസസ് പ്രകാരം ജനസംഖ്യയിൽ പുരുഷന്മാരേക്കാൾ സ്ത്രീകൾ കൂടുതൽ ഉള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ എന്താണ് വർഷം ഏതാണ്? 2011 സ്ത്രീകളാണ് കൂടുതൽ. ഏതാ ആൻസർ വരിക? പുതുച്ചേരിയാണ് ആൻസർ. സ്ത്രീകൾ വരുന്നത് എവിടെയാണ് കൂടുതൽ? പുതുച്ചേരിയിലാണ് സ്ത്രീകൾ കൂടുതൽ കാണപ്പെടുക. നെക്സ്റ്റ്, സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച 2015 ലഭിച്ച വ്യക്തി ആരാണ്? സാമ്പത്തിക ശാസ്ത്രത്തിന് 2015 നോബൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഇവിടെ ആൻസർ വരുന്നത് ആംഗസ് ഡീറ്റനാണ്. അല്ലേ? 2015 ആരാണ്? ആംഗസ് ഡീറ്റനാണ് ആൻസർ വരുന്നത്. ഇനി ഇവിടെ 2023 ആരാണ്? ക്ലോഡിയ ഗോൾഡ്. ഗോൾഡ് 23 ഗോൾഡ് US ആണ്. യുഎസ്സുകാരിയാണ്. ക്ലോഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. തൊഴിൽ മേഖലയിലെ സ്ത്രീകളെക്കുറിച്ച് പഠിച്ചാണ് അവർക്കത് കിട്ടിയില്ലേ? തൊഴിൽ മേഖലയിലുള്ള സ്ത്രീകളെക്കുറിച്ചുള്ള പഠനത്തിനാണ് അവർക്ക് 2023 ആർക്ക്? ക്ലോഡിയ ഗോൾഡിന് 2023 എക്കണോമിക്സിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് സാമൂഹ്യ പരിഷ്കർത്താവുമായിട്ടാണ് ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റിക്ക് ബന്ധമുള്ളത്? ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റിക്ക് ബന്ധമുള്ള ആർക്കാണ്? വാഗ്ഭടാനന്ദൻ. ഊരാളുങ്കൽ വാഗ്ഭടാനന്ദൻ. നെക്സ്റ്റ് വൺ, ഏത് രാജ്യത്തെ കറൻസിയാണ് നാഗ്പ എന്നറിയപ്പെടുന്നത്? ഏത് രാജ്യത്തെ കറൻസിയാണ്? എറിത്രിയാണ് കറൻസി. എറിത്രിയ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യലബ്ധിയുടെ 50ാം വാർഷികത്തിൽ പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 50ാം വാർഷികത്തിൽ പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പദ്ധതി. 50ാം വാർഷികത്തിൽ 9ാം പദ്ധതി പ്രഖ്യാപിച്ചു. ലോക നാട്ടറിവ് ദിനം ആചരിക്കുന്നത് ഓഗസ്റ്റ് 22. ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 22ആണ്. ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 22ആണ്. നെക്സ്റ്റ് വൺ, 2016 മലേഷ്യ മാസ്റ്റേഴ്സ് ഗ്രാൻഡ് പിക്സ് ഗോൾഡ് ബാഡ്മിൻ്റൺ കിരീടം. 2016 മലേഷ്യ മാസ്റ്റേഴ്സ് ഗ്രാൻഡ് പിക്സ് ഗോൾഡ് ബാഡ്മിൻ്റൺ കിരീടം നേടിയത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അവിടെ ആരാ വരുന്നത്? PV സിന്ധു ആണ്. അല്ലേ? PV സിന്ധുവിൻ്റെ കാലഘട്ടമായിരുന്നു. PV സിന്ധു ആണത്.
16 PV സിന്ധു. നെക്സ്റ്റ്, കേരള ഗവൺമെൻറ്റിൻ്റെ ഗ്ലോബൽ ആയുർവേദ വില്ലേജ് പ്രോജക്റ്റിൻ്റെ നോഡൽ ഏജൻസി. കേരള ഗവൺമെൻറ്റിൻ്റെ ഗ്ലോബൽ ആയുർവേദ വില്ലേജ് പ്രോജക്റ്റിൻ്റെ നോഡൽ ഏജൻസി. ഗ്ലോബൽ ആയുർവേദ വില്ലേജ് പ്രോജക്റ്റിൻ്റെ നോഡൽ ഏജൻസി ആരാണ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? കിൻഫ്രയാണ് ആൻസർ. കിൻഫ്രയാണ് ആൻസർ. കിൻഫ്ര, അതായത് ഗ്ലോബൽ ആയുർവേദ വില്ലേജ് പ്രോജക്റ്റിൻ്റെ നോഡൽ ഏജൻസി ആരാണ്? കിൻഫ്ര. ഗ്ലോബൽ ആയുർവേദം കിൻഫ്ര. നെക്സ്റ്റ് വൺ, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രാഫി. എപ്പിഗ്രാഫി എന്ന് പറയുമ്പോൾ അത് ശാസനങ്ങളാണ്. എപ്പിഗ്രാഫി എന്താണ്? ശാസനങ്ങൾ. എപ്പിഗ്രാഫി എന്താണ്? ശാസനങ്ങളാണ്. നെക്സ്റ്റ് വൺ, ചുവടെ ചേർത്തവയിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ബന്ധപ്പെട്ട സമരം. ആറാട്ടുപുഴ വേലായുധ പണിക്കർ മുക്കൂത്തി സമരം. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആരാണ്? മുക്കൂത്തി സമരം. ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്താണ്? മുക്കൂത്തി സമരമാണ്. നെക്സ്റ്റ്, 2016 റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിലെ മുഖ്യാതിഥി. 16 ചടങ്ങിലെ മുഖ്യാതിഥി ആരാണ്? ഫ്രാൻസിയോ ഒലാദാണ്. ഫ്രാൻസിയോ ഒലാദാണ് 16 മുഖ്യാതിഥി. ഫ്രാൻസിയോ ഒലാദാണ്. 23 ആരായിരുന്നു മുഖ്യാതിഥി പറഞ്ഞത്? ഈജിപ്ഷ്യൻ പ്രസിഡൻ്റായ ആബ്ദേൽ അല്ലേ? ആബ്ദേലായിരുന്നു. ആബ്ദേൽ ഈജിപ്ഷ്യൻ പ്രസിഡൻ്റാണ്. ആബ്ദേലായിരുന്നു. ആബ്ദേൽ ഫ്രാൻസിസ് അങ്ങനെ സംതിങ്. ഓക്കെ, ആബ്ദേൽ എന്നാണ് ഈജിപ്ഷ്യൻ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. ഓക്കെ, നെക്സ്റ്റ്, ചുവടെ ചേർത്തവയിൽ ചില സ്മാരകങ്ങളിൽ മുഗൾ രാജവംശ ബന്ധമില്ലാത്തത് ഏതിനായിരുന്നു? ആൻസർ എന്തിനായിരുന്നു? ആൻസർ അതായിരുന്നു ചാർമിനാർ. ആൻസർ അതാണ് ചാർമിനാർ. ചാർമിനാറാണ് ആൻസർ. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഒക്ടോബർ 12, 1993. ഒക്ടോബർ 12, 1993 ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് അടിസ്ഥാന ചുമതലകൾ പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് അടിസ്ഥാന ചുമതലകൾ പ്രതിപാദിക്കുന്നത്? ആൻസർ വരുന്നത് എന്താണ്? ഇവിടെ 51A ആണ് ആൻസർ. അടിസ്ഥാന ചുമതലകൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എവിടെയാണ് വരുന്നത്? 51A ആണ് അല്ലേ? മൗലിക കടമകൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക? ഇവിടെ ഇതിൽ വ്യത്യാസമുണ്ട്. മൗലിക കടമകളാണ് കേട്ടോ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ 51A ആണ് വരിക. 51A ആണ് ആൻസർ വരിക. ഏതിന്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇനി ഇവിടെ പറയുന്ന എന്താണ് പറയുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? 12 മുതൽ 35 വരെ അല്ലേ? എന്താ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ എത്ര വരിക? 51A ആണ് കേട്ടോ. ഡ്യൂട്ടീസ് 51A ആണ്. ഓക്കെ, 2016 75-ാം വാർഷികം ആഘോഷിക്കുന്ന സമരം ഏതാണ്? 2016 75-ാം വാർഷികം ആഘോഷിക്കുന്ന സമരം ഏതാണ്? ആൻസർ കയ്യൂർ സമരം. കയ്യൂർ സമരമാണ് 2016 75-ാം വാർഷികം. കയ്യൂർ സമരം നോക്കി വെച്ചേക്കാം. ഇന്ത്യയുടെ 8ാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. എട്ടാമത്തെ ആളാരായിരുന്നു ചോദിച്ചാൽ R.K. മാത്തൂറാണ്. നെക്സ്റ്റ്, അൽമാട്ടി ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അൽമാട്ടി ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ആൻസർ കൃഷ്ണ നദി അല്ലേ? അൽമാട്ടി ഡാം എവിടെയാണ്? കൃഷ്ണനദി. അൽമാട്ടി കൃഷ്ണനദിയാണ്. നെക്സ്റ്റ് വൺ, പ്രോജക്റ്റ് ടാങ്കോ ചുവടെ ചേർത്തവിൽ ഏത് കമ്പനിയെ ബന്ധപ്പെട്ടാണ്? പ്രോജക്റ്റ് ടാങ്കോ ഏത് ബന്ധപ്പെട്ടതാണ്? പ്രോജക്റ്റ് ടാങ്കോ എന്ന് പറയുമ്പോൾ ഗൂഗിളാണ്. പ്രോജക്റ്റ് ടാങ്കോ ഏത് കമ്പനിയാണ്? ഗൂഗിൾ. INS സർദാർ പട്ടേൽ നാവികത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? INS സർദാർ പട്ടേൽ നാവികത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ പോർബന്ദർ. ആൻസർ അതാണ് പോർബന്ദറാണ് ആൻസർ. നെക്സ്റ്റ് വൺ, 2015 ജ്ഞാനപീഠ പുരസ്കാരം നേടി രഘുവർ ചൗധരി ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ്? 2015 ജ്ഞാനപീഠ പുരസ്കാരം നേടി രഘുവർ ചൗധരി ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ്? ആൻസർ അതാണ് വരിക ഗുജറാത്തി. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്ക്. ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയത് ഫെഡറൽ ബാങ്കാണ്. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്താണ്? പേര് എന്താണ്? അപ്പോളോ 2 ആണ് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേര്. അപ്പോളോ 2 ആണ്.
ഇന്ത്യൻ അസംതൃപ്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? ഇന്ത്യൻ അസംതൃപ്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ആൻസർ ബാലഗംഗാധര തിലകൻ. ആരാണത്? ഇന്ത്യൻ അസംതൃപ്തിയുടെ പിതാവ് ആരാണ്? ബാലഗംഗാധര തിലകൻ. 2015 മാൻ ബുക്കർ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ. 2015 മാൻ ബുക്കർ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ആരാണ്? ആൻസർ മാർലോൺ ജെയിംസ് ആണ്. മാർലോൺ ജെയിംസ് ആണ് മാൻ ബുക്കർ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ. നെക്സ്റ്റ്, ആഹാരം പൂർണ്ണമായും ത്യജിച്ച് ഉപവാസത്തിലൂടെ ജൈനമത വിശ്വാസികൾ മരണത്തെ വരിക്കുന്ന ആചാരം. ആഹാരം പൂർണ്ണമായും ത്യജിച്ച് ഉപവാസത്തിലൂടെ ജൈനമത വിശ്വാസികൾ മരണത്തെ വരിക്കുന്ന ആചാരം ഏതാണ്? ആൻസർ സന്താര എന്നാണ് എൻ്റെ ആൻസർ. സന്താര എന്നാണ് പറയുക. സന്താര. ആഹാരം ത്യജിച്ചിട്ട്, ആഹാരം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് ജൈനമത വിശ്വാസികൾ ഉപവാസത്തിലൂടെ മരണത്തെ വരിക്കുന്ന ആചാരമാണെന്ത്? സന്താര. അല്ലേ? സന്താര മരണത്തെ വരിക്കും. ആഹാരമൊന്നും വേണ്ട അവർക്ക്. നീതി ആയോഗ് CEO ആയി 2016 ജനുവരിയിൽ നിയമിതനായ വ്യക്തി. നീതി ആയോഗ് CEO ആയിട്ട് 2016 ജനുവരിയിൽ നിയമിതനായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ച ആൻസർ ഏതാണ് വരിക? അമിതാഭ് കാന്ത്. നെക്സ്റ്റ്, PK കാളൻ എന്ന കലാകാരൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PK കാളൻ എന്ന കലാകാരൻ ഏത് കലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അവിടെ ആൻസർ വരുന്നത് ഏതാണ്? തെയ്യം. PK കാളൻ എന്താണ്? തെയ്യം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ യുനെസ്കോവിൻ്റെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടാത്ത ചരിത്ര സ്മാരകം ഏതാണ്? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ യുനെസ്കോവിൻ്റെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടാത്ത ചരിത്ര സ്മാരകം ഏതാണ്? ആൻസർ ഏതാ വരിക? മൈസൂർ പാലസാണ്. മൈസൂർ പാലസാണ് യുനെസ്കോവിൻ്റെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടാത്ത ചരിത്ര സ്മാരകം ഏതാണ്? മൈസൂർ പാലസ്. നെക്സ്റ്റ്, രൂപാന്തർ എന്ന സാമൂഹ്യ സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി. രൂപാന്തർ എന്ന സാമൂഹ്യ സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി. രൂപാന്തറായിട്ട് ബിനായക് സെൻ ആണ്. രൂപാന്തർ ബിനായക് സെൻ. രൂപാന്തർ ബിനായക് സെൻ. 2015 ഓടക്കുഴ പുരസ്കാര ജേതാവ് ആരാണ്? എസ് ജോസഫ്. ഇതിൽ വന്ന അവാർഡിൻ്റെയൊക്കെ കറണ്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാം. ഓക്കെ. യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ ലീഗിൽ ഏത് ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് എൽ ക്ലാസിക്കോ എന്നറിയപ്പെടുന്നത്? യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ ലീഗിൽ ഏത് ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് എൽ ക്ലാസിക്കോ എന്നറിയപ്പെടുന്നത്? അത് റയൽ മാഡ്രിഡ് ആൻഡ് ബാഴ്സലോണ. റയൽ മാഡ്രിഡ് ആൻഡ് ബാഴ്സലോണ ആണ് എന്താണ്? എൽ ക്ലാസിക്കോ. റയൽ മാഡ്രിഡ് ആൻഡ് ബാഴ്സലോണ എൽ ക്ലാസിക്കോ എന്നറിയപ്പെടുന്നു. എവിടെ? യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ ലീഗിലാണ് അറിയപ്പെടുന്നത്. അവിടെയുള്ള രണ്ട് ടീമുകളായ റയൽ മാഡ്രിഡ്, ബാഴ്സലോണ എന്ന ടീമുകൾ അല്ലേ എന്തറിയപ്പോൾ അവരുടെ മത്സരം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? എൽ ക്ലാസിക്കോ. അപ്പോൾ റയൽ മാഡ്രിഡ് ആൻഡ് ബാഴ്സലോണ എങ്ങനെ ആ മത്സരം അറിയപ്പെടുന്നു? എൽ ക്ലാസിക്കോ. റയൽ മാഡ്രിഡ്, ബാഴ്സലോണ എൽ ക്ലാസിക്കോ. ഇനി 2016 സർക്കാർ ജോലികൾക്ക് 35% വനിതാ സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം. 2016 സർക്കാർ ജോലികൾക്ക് 35% വനിതാ സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാ വരിക? ബീഹാറാണ് കേട്ടോ. ബീഹാറിലാണ് 35% വനിതാ സംവരണമൊക്കെ. ഇപ്പോൾ സംവരണത്തിൻ്റെ രീതിയൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ, JC ഡാനിയലിൻ്റെ ജീവിതകഥ അടിസ്ഥാനമാക്കിയ സെല്ലുലോയിഡ് എന്ന സിനിമയുടെ സംവിധായകൻ. JC ഡാനിയലിൻ്റെ ജീവിതകഥ അടിസ്ഥാനമാക്കിയ സെല്ലുലോയിഡ് എന്ന സിനിമയുടെ സംവിധായകൻ ആരായിരുന്നു? സെല്ലുലോയിഡിൻ്റെ സംവിധായകൻ ആരായിരുന്നു? ആൻസർ അല്ലേ ആരായിരുന്നു? കമൽ അല്ലേ. അതിൻ്റെ പ്രത്യേകത അവിടെ എന്താണ്? JC ഡാനിയലിൻ്റെ ജീവിതകഥയായിരുന്നു അദ്ദേഹം അടിസ്ഥാനപ്പെടുത്തി അവിടെ എടുത്തേക്കുന്നത് അല്ലേ. സെല്ലുലോയിഡിൻ്റെ സിനിമയുടെ സംവിധായകൻ ആരാണ്? കമലാണ്. അതിൻ്റെ കഥ എന്തായിരുന്നു? JC ഡാനിയലിൻ്റെ ജീവിതകഥയാണ് അവിടെ കഥയാണ് അടിസ്ഥാനമാക്കി എടുത്തവർ രൂപകൽപ്പന ചെയ്തേക്കുന്നത്. ഓക്കെ. JC ഡാനിയൽ ജീവിതകഥ, സെല്ലുലോയിഡ് എന്ന സിനിമയുടെ സംവിധായകൻ ആരായിരുന്നു? കമലായിരുന്നു. ഇനി ഇന്ത്യയിൽ IT ആക്ട് നിലവിൽ വന്നതെന്നാണ്? IT ആക്ട് നിലവിൽ വന്നതെന്നാണ്? IT ആക്ട് എന്നായിരുന്നു ആൻസർ? ഒക്ടോബർ 17, 2000. ഒക്ടോബർ 17, 2000 IT ആക്ട്. ഒക്ടോബർ 17, 2000 IT ആക്ട്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന ഉപഗ്രഹം. സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന ഉപഗ്രഹം കൽപ്പന. അതാണ് കൽപ്പന. ഓക്കെ.
സമ്പൂർണ്ണ കാലാവസ്ഥ പഠന ഉപഗ്രഹം കൽപ്പന 1. സമ്പൂർണ്ണ കാലാവസ്ഥ പഠന ഉപഗ്രഹം കാലാവസ്ഥ കൽപ്പന 1 ആണ്. ഓക്കെ. സാത്രി എന്ന ക്ലാസിക്കൽ നൃത്തരൂപം നിലവിലുള്ള സംസ്ഥാനം നിലവിലുള്ള സംസ്ഥാനം ഏതാണ്? ആസാം. സാത്രിയ എന്ന കലാരൂപം ആസാമാണ് കേട്ടോ. സാത്രിയ ആസാം. അധ്യക്ഷ പദവി പട്ടിക വർഗ വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ട കേരളത്തിലെ മുനിസിപ്പാലിറ്റി. അധ്യക്ഷ പദവി പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ട കേരളത്തിലെ മുനിസിപ്പാലിറ്റി ഏതാണ്? മാനന്തവാടി. സിക്കിം ടിബറ്റ് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? നാഥുല ചുരം. സിക്കിം ടിബറ്റ് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? നാഥുല ചുരമാണ്. ഇനി കേരളത്തിലെ പ്രശസ്തമായ ഇൻലാൻഡ് മാസിക ഇന്ന് പത്രാധിപർ ആരാണ്? കേരളത്തിലെ പ്രശസ്തമായ ഇൻലാൻഡ് മാസിക ഇന്ന് പത്രാധിപർ ആരായിരുന്നു? പത്രാധിപർ എന്ന് ചോദിച്ചാൽ ആൻസർ എന്തെഴുതാം നമുക്ക്? സോമൻ കടലൂർ അല്ലേ? കേരളത്തിലെ ഓർക്കുക, അപ്പോൾ സോമനെ ഓർക്കുക അല്ലേ? കേരളത്തിലെ പ്രശസ്തമായ ഇൻലാൻഡ് മാസിക ഇന്ന് പത്രാധിപർ ആരായിരുന്നു? സോമൻ കടലൂർ. സോമൻ എന്ന് പറയുമ്പോൾ സിനിമ നടനെ ഓർത്താൽ മതിയായിരിക്കും. ഇൻലാൻഡ് മാസികയിൽ സോമനാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം ആരാണ്? ഭാവ് നഗർ കേട്ടോ. ആദ്യത്തെ നാട്ടുരാജ്യമാണ് ഭാവ് നഗർ. നെക്സ്റ്റ്, സ്ലിനെക്സ് SLINEX 2015 എന്ന പേരിൽ ഏത് രാജ്യവുമായാണ് ഇന്ത്യ സംയുക്ത നാവികാഭ്യാസ പ്രകടനം നടത്തിയത്? സ്ലിനെക്സ് 2015 അതിൻ്റെ നാവികാഭ്യാസമാണ്. ഇന്ത്യയുടെ സംയുക്ത നാവികാഭ്യാസ പ്രകടനമാണ്. നടത്തിയത് എന്തിൻ്റെ പേരാണ് അവിടെ? സ്ലിനെക്സ് 2015 എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ സംയുക്ത നാവികാഭ്യാസ പ്രകടനം നടത്തിയത്? ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ നടത്തിയത്? ഏതാണ്? ശ്രീലങ്ക. ആൻസർ ശ്രീലങ്കയാണ് കേട്ടോ. ശ്രീലങ്കയും ഇന്ത്യയും കൂടി ചേർന്ന് നടത്തി സംയുക്ത നാവികാഭ്യാസ പ്രകടനം നടത്തപ്പെടുന്നത് എങ്ങനെയാണ്? സ്ലിനെക്സ് അല്ലേ? അവിടെ ശ്രീലങ്കയുണ്ട്. ശ്രീലങ്കയുടെ ഓക്കെ. നെക്സ്റ്റ്, 2016 ആസ്ട്രേലിയ ഇന്ത്യ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണെന്ന് ചോദിച്ച ആൻസർ വരിക രോഹിത് ശർമ്മയാണ് ആൻസർ. രോഹിത് ശർമ്മ. ഇനി പ്രകൃതിക്ഷോഭം നടന്ന നേപ്പാളിൽ ഇന്ത്യൻ ആർമി നടത്തിയ രക്ഷാപ്രവർത്തനം ഏത് പോലെ അറിയപ്പെടുന്നു? പ്രകൃതിക്ഷോഭം നടത്തിയ നേപ്പാളിൽ ഇന്ത്യൻ ആർമി നടത്തിയ രക്ഷാപ്രവർത്തനം ഏത് പോലെ അറിയപ്പെടുന്നു? ആൻസർ ഓപ്പറേഷൻ മൈത്രി. ഇനി സാധുജന ദൂതൻ മാസികയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ പാമ്പാടി ജോൺ ജോസഫ് ആണ് ആൻസർ വരിക. പാമ്പാടി ജോൺ ജോസഫ് ആണ്. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ആൻസർ കണ്ണാടിയാണ്. ആൻസർ ഏതാണ്? കണ്ണാടി. വൈദ്യുതി കണക്ഷൻ കണ്ണാടി. ലോകപ്രസിദ്ധമായ ഗ്രീൻ പീസ് സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? വാൻകൂവർ. ഗ്രീൻ പീസ് സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? വാൻകൂവർ. നെക്സ്റ്റ്, ലോകപ്രസിദ്ധമായ കരകൗശലമേള നടക്കുന്ന സൂരജ് കുണ്ട് ഏത് സംസ്ഥാനത്താണ്? സൂരജ് കുണ്ട് ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലാണ്. എവിടെയാണ്? ഹരിയാനയാണ് സൂരജ് കുണ്ട് എവിടെയാണ്? ഹരിയാനയാണ് സൂരജ് കുണ്ട്. നെക്സ്റ്റ്, ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ജയന്തി പട്നായിക്. നെക്സ്റ്റ്, 1957 കലാപത്തിൽ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? ലക്നൌവിൽ ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ. ചുവടെ ചേർത്തവിൽ ആരുടെ ചരമദിനമാണ് മഹാപരിനിർവാണ ദിവസം ആചരിക്കുന്ന ആരാണ്? BR അംബേദ്കർ. മഹാപരിനിർവാണ ദിവസം BR അംബേദ്കർ. മഹർ എന്നൊക്കെ പറയാറില്ലേ? നെക്സ്റ്റ്, വ്യാഴഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ നാസ അയച്ച ഉപഗ്രഹത്തിൻ്റെ പേര് പേടകത്തിൻ്റെ പേര്. വ്യാഴഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ നാസ അയച്ച പേടകത്തിൻ്റെ പേരെന്താണ്? ജൂനോ. ഇത് വളരെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ജൂനോ നാസ. വ്യാഴം ജൂനോ നാസ. നെക്സ്റ്റ്, മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ചലച്ചിത്രതാരം കൽപ്പന നേടിയത് ഏത് സിനിമയ്ക്കാണ്? മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം കൽപ്പന നേടിയത് ഏത് സിനിമയ്ക്കാണ്?
തനിച്ചല്ല ഞാൻ കൽപ്പന ബന്ധു പറഞ്ഞു തനിച്ചല്ല ഞാൻ. 2016 ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ഫെബ്രുവരി 9. നെക്സ്റ്റ് 2015 മികച്ച ഫുട്ബോളർ കളിക്കാരനുള്ള ഫിഫ ബാലൻഡോർ പുരസ്കാരം നേടിയ കളിക്കാരൻ. ഫിഫ ബാലൻഡോർ പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ലയൺ മെസ്സിയാണ്. പാക് തീവ്രവാദികൾ സൈനികാക്രമണം നടത്തിയ പത്താൻകോട്ട് സൈനിക താവളം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ പഞ്ചാബ്. നെക്സ്റ്റ് കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ്? കുടുംബശ്രീ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ്? മെയ് 17, 1908 അല്ലേ? 1998 മെയ് 17 കുടുംബശ്രീ. മെയ് 17, 1998 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 116/2016 ഇതെന്തായിരുന്നു? ഒരു LGSൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് നോക്കാം. കേരള കലാരൂപങ്ങളിൽ പോർട്ടുഗീസ് സ്വാധീന ഫലമായി വികസിച്ചു വന്ന കലാരൂപം ഏതാണെന്നാണ് ചോദ്യം. ചവിട്ട് നാടകം. ഇത് വേഗം പോകാം. നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് വരുന്നത്? ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് ഏതാണ്? ഒറ്റപ്പാലം. ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് ഒറ്റപ്പാലം. നെക്സ്റ്റ് വൺ, പോരുക നാട്ടാരെ, പോർക്കളം എത്തുക നാട്ടാരെ, ചേരുക സമരത്തിൽ, ചാന്ദ്രത്തിൻ സമരത്തിൽ. 1945 സർ സി പി നിരോധിച്ച ഈ ഗാനം രചിച്ചത് ആരാണ്? ഈ ഗാനം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ SK പൊറ്റക്കാട്. ഒരു റിവിഷൻ പോലെ നോക്കാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ശ്രീകുമാര ഗുരുദേവൻ. ഇന്ത്യയിൽ ഹിന്ദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ തെലുങ്ക്. മറ്റു വിമാനങ്ങളെ അപേക്ഷിച്ച് സൂപ്പർസോണിക് ജെറ്റ് വിമാനങ്ങൾ കാരണമാകുന്നത്? ഓസോൺ പാളിയുടെ നാശം. പടിഞ്ഞാറ്റൊഴുകുന്ന നദി ഏതാണ്? നർമ്മദ. ഹട്ടി രാങ്കിനി ഖനികൾ ഖനനം ചെയ്യുന്നത് സ്വർണ്ണമാണ്. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കോറിഡർ എന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കോറിഡർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹൈവേ പ്രോജക്റ്റ്. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കോറിഡർ വഴി, ഹൈവേ പ്രോജക്റ്റ്. ഓക്കെ, കോറിഡർ എന്ന് പറയുമ്പോൾ വഴി നോർക്കുക, കോറിഡോർ വഴി നോർക്കുക, ഹൈവേ വഴിയല്ലേ. നെക്സ്റ്റ്, ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാന നഗരി? അമരാവതി. റിപ്പബ്ലിക് എന്ന ആശയത്തെ നടപ്പിലാക്കിയ ജാക്കോബിയന്മാരിൽ ആകൃഷ്ടനായി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണാർത്ഥം ജാക്കോബിയൻ നടുകയും ജാക്കോബിയൻ ക്ലബ്ബ് രൂപീകരിക്കുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താൻ. തീൻ ബീഗ ഇടനാഴി ഏത് രാജ്യങ്ങൾക്കിടയിലെ തർക്കവിഷയമാണ്? തീൻ ബീഗ ഇടനാഴി തർക്കവിഷയം ഈ രാജ്യങ്ങൾ തമ്മിലാണ്. ഇന്ത്യ ബംഗ്ലാദേശ്. തീൻ ബീഗ ഇടനാഴി ഇന്ത്യ ബംഗ്ലാദേശ്. ഇന്ത്യയുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? PC മഹലനോബിസ്. മുദ്രാ ബാങ്ക് സഹായം ചെയ്യുന്നത് ചെറുകിട വ്യവസായം. സൂരജ് കുണ്ട് ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് മേള നടക്കുന്ന സംസ്ഥാനം? ഹരിയാന. റിപ്പീറ്റ് വന്നില്ലേ? നെക്സ്റ്റ്, കേരളത്തിൽ 2015 ബാറുകൾ പൂട്ടുന്നതിനെടുത്ത സർക്കാർ തീരുമാനം ഭരണഘടനയിലെ ഏത് പ്രൊവിഷൻ്റെ നടപ്പാക്കലേക്ക് കരുതാവുന്നതാണ്? ബാറുകൾ പൂട്ടുന്നതിനെടുത്ത സർക്കാരിൻ്റെ തീരുമാനം ഭരണഘടനയിലെ ഏത് പ്രൊവിഷൻ്റെ നടപ്പാക്കലേക്ക് കരുതാവുന്നതാണ്? സ്റ്റേറ്റിൻ്റെ മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലേ, ആർട്ടിക്കിൾ 36 to 51 വരെയുള്ള ഭാഗമായത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, ഒരു പാർലമെൻറ്റ് അംഗത്തെ അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കത്തിന് തീരുമാനമെടുക്കുവാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്ന എവിടെയാണ്? ഒരു പാർലമെൻറ്റ് അംഗത്തെ അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന് തീരുമാനമെടുക്കുവാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്ന എവിടെയാണ്? ലോക്സഭാ സ്പീക്കർക്കാണ് അധികാരമുള്ളത്. തർക്കത്തിന് പരിഹരിക്കുന്ന ആരാണ്? ലോക്സഭാ സ്പീക്കർ. നോക്കുക.
നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ഇവരിൽ ആരാണ്? അംഗമല്ല. ഓപ്ഷൻസ്: പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആരാണ് എന്നാണ് ചോദ്യം. ആൻസർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. നെക്സ്റ്റ്, വിവരാവകാശ നിയമപ്രകാരം നേരിട്ട് ലഭിക്കുന്ന അപേക്ഷകളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ മറുപടി നൽകുവാനുള്ള പരമാവധി സമയം. ആൻസർ 30 ദിവസം. നെക്സ്റ്റ്, പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമം അനുസരിച്ച് പ്രസിദ്ധ വിഭാഗങ്ങൾക്കെതിരെയുള്ള കേസുകൾ അന്വേഷിക്കാവുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ്? പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമം അനുസരിച്ച് പ്രസിദ്ധ വിഭാഗങ്ങൾക്കെതിരെയുള്ള കേസുകൾ അന്വേഷിക്കാവുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്. സൈബർ നിയമങ്ങൾ എന്ന വിഷയം ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിലെ അധികാര വിഭജനത്തിൽ ഏത് മേഖലയിൽ വരുന്നു? സൈബർ നിയമങ്ങൾ. അവശിഷ്ട അധികാരങ്ങൾ. ഒസാമ ബിൻ ലാദനെ കണ്ടെത്തുന്നതിനായുള്ള ദൗത്യം. ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ. ഐക്യരാഷ്ട്ര സംഘടന വിദ്യാർത്ഥി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. നെക്സ്റ്റ് വൺ, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഏത് സംഘടനയുടേതാണ്? ബ്രിക്സ്. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വ്യക്തി? ശകുന്തള ദേവി. നെക്സ്റ്റ്, അനസീവൽ എഴുതിയ ബ്ലാക്ക് ബൂട്ടി എന്ന നോവലിലെ മുഖ്യ കഥാപാത്രം? കുതിരയാണ്. 2015 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരാണ്? സെറ്റ്ലാന അലക്സിവിച്ച്. 2015 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയത് സാനിയ മിർസ. 2016 സമ്മർ ഒളിമ്പിക്സിൻ്റെ വേദി? റിയോ ഡി ജനീറോ. സൂര്യനിൽ ഊർജ്ജോൽപാദനം നടക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരെന്താണ്? പറയുന്ന പേര് എന്താണ്? ആൻസർ ഫോട്ടോ ഫ്യൂഷൻ. ഊർജ്ജോൽപാദനം എന്താണ്? ഫോട്ടോ ഫ്യൂഷൻ. ഊർജ്ജോൽപാദനം, ഫോട്ടോ ഫ്യൂഷൻ. നെക്സ്റ്റ്, ഇരുട്ടിനോടുള്ള പേടിക്ക് മനഃശാസ്ത്രത്തിൽ പറയുന്ന പേരെന്താണ്? അജുലോഫോബിയ. ഇരുട്ടിനുള്ള പേടി എന്താണ്? അജുലോഫോബിയ. ഇരുട്ടിനുള്ള പേടി, അജുലോഫോബിയ. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടിയത്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്തത്, COP21 എന്ത് ബന്ധപ്പെട്ടാണ്? COP21 കാലാവസ്ഥാ വ്യതിയാനം. സിലിണ്ടറിക്കൽ ലെൻസുള്ള കണ്ണടകൾ പരിഹരിക്കാൻ എന്തിനെയാണ്? അസ്റ്റിഗ്മാറ്റിസം. സിലിണ്ടറിക്കൽ ലെൻസ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പഠിച്ചു വെക്കുക. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? കൊച്ചി. റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കുന്ന വാതകം? അമോണിയ. കാറുകളിൽ ഉപയോഗിക്കുന്ന എയർ ബാഗുകളിൽ സുരക്ഷ നൽകുവാൻ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്? സോഡിയം അസൈഡ്. അടുത്തത്, ബഹിരാകാശ പദ്ധതികളെക്കുറിച്ച് ഫ്രം ഫിനിഷിംഗ് ഹാംലെറ്റ് ടു റൈറ്റ് പ്ലാനറ്റ് എന്ന പുസ്തകം പുറത്തിറക്കിയത് ആരാണ്? ISRO. ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റൈറ്റ് പ്ലാനറ്റ്. ISRO. ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റൈറ്റ് പ്ലാനറ്റ്. റെഡ് പ്ലാനറ്റ്. ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ്. ISRO. ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ്. ISROയുടെ ISR റെഡ്. ഓക്കെ. നെക്സ്റ്റ്, ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ്? ആസ്ട്രോസാറ്റ്. 1957 ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗ്വാളിയാറിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തതാരാണ്? റാണി ലക്ഷ്മിഭായ്. ഗ്വാളിയാറിലാണ് ലക്ഷ്മിഭായ്. 1940 ഓഗസ്റ്റ് 8 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരെ
പ്പെടുത്തുന്നതിന് ഓഗസ്റ്റ് ഓഫർ എന്ന പോലെ അറിയപ്പെട്ട പ്രസ്താവന നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ലിൻ ലിത്ഗോ ആണ്. നെക്സ്റ്റ് വൺ, പ്രസിദ്ധമായ ബേലൂർ, ഹാലേബ്രിഡ് അമ്പലങ്ങൾ പണികഴിപ്പിച്ച ഭരണാധികാരികൾ ആരൊക്കെയാണ്? ആൻസർ ഹൊയ്സാലാസ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തുന്ന തീരുമാനം സംസ്ഥാനം ഏതാണ്? 33 ഇവിടെ പറഞ്ഞേക്കുന്നത്. ആൻസർ ഏതാണ്? മധ്യപ്രദേശ്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഇന്ത്യയിൽ ഭരണഘടനാ ദിനം ആചരിക്കുന്നത് ഭരണഘടന അംഗീകരിച്ച ദിവസത്തെയാണ് ആചരിക്കുന്നത്. അങ്ങനെ ഓപ്ഷൻസ് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. മനുഷ്യരിൽ സാധാരണ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം പൊട്ടാസ്യം 40. കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ വാത്സല്യ. തമിഴ്നാട്ടിൽ ഏത് ജീവിയുടെ സംരക്ഷണത്തിനാണ് കെറ്റോപ്രോഫിൻ, ഡൈക്ലോഫിനാക് എന്നീ ഡ്രഗുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്? ഏതൊക്കെയാണ്? കെറ്റോപ്രോഫിൻ, ഡൈക്ലോഫിനാക് എന്നീ ഡ്രഗുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അതൊരു ജീവിയെ സംരക്ഷിക്കാനായിരുന്നു. അപ്പോൾ അത് ഏത് ജീവിയാണ്? കഴുകനാണ് അല്ലേ? കഴുകൻ. റെഡ് ഷർട്ട്സ് എന്ന സന്നദ്ധ സംഘടന ഉണ്ടാക്കിയ വ്യക്തി? റെഡ് ഷർട്ട്സ് ജി ഗാരിബാൾഡി ആണ്. റെഡ് ഷർട്ട്സ് ജി ഗാരിബാൾഡി ആണ് ഉണ്ടാക്കിയ വ്യക്തി. ലോക ജലദിനം ആഘോഷിക്കുന്നത് അതാണ് മാർച്ച് 22. റിപ്പീറ്റഡ് ആണ്. ഒരടിമയായിരിക്കാൻ എനിക്കിഷ്ടമില്ലാത്തതുപോലെ ഒരു യജമാനായിരിക്കുവാൻ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞത് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. കർണാടക സംഗീതം കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് കീർത്തി സമ്പ്രദായം. കർണാടക സംഗീതം ബന്ധപ്പെട്ട് കീർത്തി സമ്പ്രദായമായിട്ടാണ്. കീർത്തി കർണാടക ഓർത്തിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ. 1935 KPCC സെക്രട്ടറി ആരായിരുന്നു? 35 EMS നമ്പൂതിരിപ്പാട്. 35 KPCC സെക്രട്ടറി ആയിരുന്നു EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട് ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ? KPCC സെക്രട്ടറി EMS നമ്പൂതിരിപ്പാട് ആയിരുന്നു സെക്രട്ടറി. ഓക്കെ, നെക്സ്റ്റ്, ശ്രീ ഭട്ടാരകൻ എന്ന് പോലെ അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. ശ്രീ ഭട്ടാരകൻ എന്ന് പോലെ അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. ശ്രീ ഭട്ടാരകൻ ആരായിരുന്നു? ചട്ടമ്പിസ്വാമികൾ. ചട്ടമ്പിസ്വാമികൾ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. ഭീകരതയെ ചെറുക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ രൂപം കൊടുത്ത സേനയായ ഇസ്ലാമിക് മിലിറ്ററി അലയൻസിൻ്റെ സംസ്ഥാനം? റിയാദ്. ഈ 941 എന്ന് പറയുമ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് അക്കങ്ങൾ കൂടുതൽ മനസ്സിലേക്ക് വ്യക്തമാകുന്ന 941 ആണ്. 941 പറയുമ്പോൾ അത് എഴുതിയൊക്കെ വരുന്ന ഒരു പാഠം. അതിനപ്പുറം തന്നെ 941 എന്ന് വായിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയണത്. അതുകൊണ്ട് ഏതോ ഒരാളത് പറഞ്ഞപ്പോൾ കുറേ വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ലോകപ്രശസ്ത IT കമ്പനിയായ ഓറക്കിളിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി? തോമസ് കുര്യൻ. വി ക്യാൻ ആളുടെ പ്രസംഗ പരമ്പരയാണ് വി ക്യാൻ. ബരാക് ഒബാമ. 2015 ഡിസംബറിൽ നടന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ ചകോരം നേടിയ ചിത്രം ഏതാണ്? ഒറ്റാൽ. കൊച്ചിൻ ചൈന എന്തിൻ്റെ വിത്തനമാണ്? തെങ്ങ് കേട്ടോ. തെങ്ങ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് കൂടുതൽ വിജയകരമായത് ഏത് വിളയാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പാണ് ഹരിത വിപ്ലവം. നെക്സ്റ്റ്, ഒരു ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ഏതുപോലെ അറിയപ്പെടുന്നു? ന്യൂക്ലിയസ്. ഒരു ലോഹം വേർതിരിച്ചെടുക്കുന്നത് ഏതിൽ നിന്നാണ്? അയിരിൽ നിന്നാണ്. താഴെ പറയുന്നവയിൽ അലോഹം ഏതാണ്? ഇവിടെ കാർബണാണ് വരുന്നത്. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും പുറത്തു വരുന്ന വാതകം ഏതാണ്? മീഥെയ്ൻ. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്?
ഹൈഡ്രജൻ വാതകം. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർത്ത് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഒരു വസ്തുവിൽ ദ്രവ്യവും ഊർജ്ജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഐൻസ്റ്റീനാണ് കണ്ടെത്തിയത്. നെക്സ്റ്റ് വൺ, വൈദ്യുത ഫാൻ പ്രവർത്തിക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ആൻസർ, വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഫാൻ കറങ്ങുമ്പോൾ അല്ലേ, വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഊഷ്മ അളക്കുന്നതിൻ്റെ ഉപകരണം തെർമോമീറ്റർ. നവഗ്രഹങ്ങളിൽ നിന്നും ഒഴിവാക്കിയ ഗ്രഹം പ്ലൂട്ടോ. ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായി തോന്നുന്നു. ഈ പ്രതിഭാസത്തിന് കാരണം എന്താണ്? അപവർത്തനം. നെക്സ്റ്റ്, കായിക പ്രജനനം വഴി പുതിയ തൈച്ചുട്ടുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏതാണ്? കുരുമുളക്. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലേത്? ഉളിപ്പല്ല്. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്? വിറ്റാമിൻ ഡി. ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ബാക്ടീരിയ. ഇന്ത്യയിൽ കടുവ സംരക്ഷണ പദ്ധതി ആരംഭിച്ചതെന്നാണ്? 1973. ഏത് ചെടിയുടെ ഇലകളാണ് പട്ടുനൂൽപ്പുഴുക്കളുടെ ഭക്ഷണം? മൾബറി. താഴെ പറയുന്നവയിൽ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി. മനുഷ്യശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? എത്രയാണ്? 206, 206. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ് കാണപ്പെടുക? തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കാസർഗോഡ് കേട്ടോ. ഡായും ഗായൊക്കെ വെച്ച് നോക്കണം. പവിത്ര ഏത് വിളയുടെ സങ്കരയാണ്? പവിത്ര എന്ന് പറയുമ്പോഴത് നെല്ലാണ്. പവിത്ര നെല്ല് പവിത്ര. നെക്സ്റ്റ് വരെ 136 2016 ഇലക്ട്രിക് ബിവറേജിൻ്റെ ആണ്. നമുക്ക് വേഗം നോക്കാം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം സ്ഥലം ഏതാണ്? സൈക്കിൾ സിറ്റി ലുധിയാനയാണ്. സൈക്കിൾ സിറ്റി ഏതാണ്? ലുധിയാന. ദേവീചന്ദ്ര ഗുപ്ത എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്, ഇത് LDCയുടെ ആണ് കേട്ടോ. LDC ആണ്, ബിവറേജ് കോർപ്പറേഷൻ്റെ. ഓക്കെ. ദേവീചന്ദ്ര ഗുപ്ത എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വിശാഖദത്തൻ. വിശാഖദത്തൻ. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ആരായിരുന്നു? ധർമ്മരാജാവ്. അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. അൽമാട്ടി ഡാം ഏത് നദിക്ക് കുറുകെയാണ്? അൽമാട്ടി ഡാം കൃഷ്ണ. ഈ 16 വർഷത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് അല്ലേ? ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാവുന്നുണ്ട്. 2015 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 15ലെയാണ്, പുതുശ്ശേരി രാമചന്ദ്രൻ നായർ. നെക്സ്റ്റ്, കാന പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കാന പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. കാന. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത ആരാണ്? ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് ആരാണ്? മഹാദേവ് ദേശായി വിവർത്തനം ചെയ്യപ്പെട്ടതാണ് കേട്ടോ. ആത്മകഥ വിവർത്തനം ചെയ്ത് മഹാദേവ് ദേശായി. ആത്മകഥ ഗാന്ധിജി. നെക്സ്റ്റ്, 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകൾ ഉൾപ്പെടുന്ന ആരാണ്? 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകൾ ഉൾപ്പെടുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഗവർണർ. നെക്സ്റ്റ് വരുന്നത്, സുമിത്ര മഹാജൻ എത്രാമത്തെ ലോക്സഭാ സ്പീക്കറായിരുന്നു? സുമിത്ര മഹാജൻ എത്രാമത്തെ ലോക്സഭാ സ്പീക്കർ ആയിരുന്നു? 16. പോട്ടെ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജ്. ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? രാജാറാം മോഹൻ റോയ്. സംവാദ് കൗമുദി, രാജാറാം മോഹൻ റോയ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകൻ ആയിരുന്നത് മദൻ മോഹൻ മാളവ്യ അല്ലേ? ഉപദേശകനാണ് മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ അതിൽ മാത്രമേ അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളൂ.
ഉപദേശകനാരായിരുന്നു മദൻ മോഹൻ മാളവ്യ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആർ ശങ്കർ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല ഏതാണ്? കൊല്ലം. 35ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം കേരളമായിരുന്നു. ഇന്ത്യ ഗവൺമെൻറ് ആരുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്? കസ്തൂർബ ഗാന്ധി. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് പുനലൂരാണ്. സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്നത് ഏത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു? പർവ്വത പ്രദേശം. 2016 ഓസ്ട്രിയൻ ഓപ്പൺ കിരീടം നേടിയ വ്യക്തി ആഞ്ചലിക് കെർബർ. നെക്സ്റ്റ് വൺ, രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതിക്കാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ. കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത്? സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി ചന്ദ് ബർദായ്. ഇന്ത്യൻ രാസ വ്യവസായത്തിൻ്റെ പിതാവ് ആരാണ്? ആചാര്യ പി സി റേ. നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഭഗത് സിംഗ്. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആരാണ്? എ സി മജുംദാർ. എ സി മജുംദാർ. ലക്നൗ സമ്മേളനം എ സി മജുംദാർ. ഗുജറാത്ത് വിജയത്തിൻ്റെ പ്രതീകമായി അക്ബർ പണിയെഴുപ്പിച്ച മന്ദിരം ബുലന്ദ് ദർവാസ. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 8ാം പദ്ധതി. റോസ്ഗാർ യോജന 8ാം പദ്ധതി. ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷം? 6 വർഷം. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി. ആട്ടത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് ആരാണ്? ജെ ജെ തോംസൺ. മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് ആരാണ്? ജെ ഡബ്ല്യു ഡബറിനർ. ഇതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഇട്ടതൊക്കെ തന്നെയായിരിക്കും. റിവിഷന് പോകാൻ നോക്കി പോവുക. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം. ഏറ്റവും കൂടിയ വിശിഷ്ടത അവതാരതയുള്ള പദാർത്ഥം ഏതാണ്? ജലം. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളെ വേർതിരിയുന്ന പ്രതിഭാസത്തിൻ്റെ പേരെന്താണ്? പ്രകീർണനം. സിമൻറ്റ് സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നത് ഉപയോഗിക്കുന്ന രാസവസ്തുവായ ജിപ്സത്തിൻ്റെ ശരിയായ രാസസൂത്രം എന്താണ്? ജിപ്സത്തിൻ്റെ ശരിയായ രാസസൂത്രം എന്തായിരുന്നു? COSO4 ½ H2O. COSO4 ½ H2O ആണെന്ത്? ജിപ്സം. ഒരു കുതിരശക്തി 1 HP എത്ര വാട്ടാണ്? 746 വാട്ട്. അടുത്തത്, ഒരു വൈദ്യുത ജനറേറ്റർ നടക്കുന്ന ഊർജ്ജ പ്രവർത്തനം ഏതാണ്? വൈദ്യുത ജനറേറ്ററിൽ നടക്കുന്ന പ്രവർത്തനം യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമാകുന്നു. ആവർത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഹെർട്സ്. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ദ്രവ്യം. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അല്ലേ? വൈറസുകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം. വൈറസ് കാരണമല്ല ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഇവിടെ സിഫിലിസ് ആണ്. വൈറസുകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം ഏതാണ്? സിഫിലിസ്. ഓക്കെ. ബാക്ടീരിയ. കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അമ്പലവയൽ കേട്ടോ, വയനാട്. ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ നിർമ്മിക്കാൻ ഗ്ലോബുലിൻ നിർമ്മിക്കാനാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം 16ലെയാണ് വാരണാസി. വിറ്റമിൻ B12 അപര്യാപ്തം മൂലമുണ്ടാകുന്ന രോഗം? B12 അപര്യാപ്തമുള്ള രോഗം ഏതാണ്? പെല്ലാഗ്ര. B12 ആണ് കൊടുത്തത്. B3 കേട്ടോ, സോറി, B3. B3 എന്താണ്? പെല്ലാഗ്ര.
നെക്സ്റ്റ്, രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കുവാൻ സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി എന്താണ്? കുടുംബശ്രീ പദ്ധതി എന്താണ്? സ്വാന്തന പദ്ധതി. വീട്ടിൽ വന്ന് പരിശോധിക്കുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ്, കൊരാറ്റോപ്ലാസ്റ്റി ശരീരത്തിൽ ഏതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? കൊരാറ്റോപ്ലാസ്റ്റി ശസ്ത്രക്രിയ ഏതുമായി ബന്ധപ്പെട്ടതാണ്? കണ്ണ്. കണ്ണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എവിടെയാണ്? എറണാകുളം. എറണാകുളം. വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ, വിശപ്പ് ഏതാണ് വരിക? ഗ്രലിൻ. വിശപ്പ്, ഗ്രലിൻ. മാരികൾച്ചർ ബന്ധപ്പെട്ടത്, ഏതാണ് മാരികൾച്ചർ? കടൽ മത്സ്യ കൃഷി. ഏതാണ്? കടൽ മത്സ്യ കൃഷിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ. ഓക്കെ, ഇതിൻ്റെ ഇംഗ്ലീഷ് പാർട്ടും അതുപോലെ വരുന്ന 23-ൽ 2021 നടത്തിയ എക്സാം 23-ൽ വരുന്ന ഇംഗ്ലീഷ് പാർട്ടും ഉള്ള, അത് ഇംഗ്ലീഷ് മാത്രമുള്ളൊരു ക്വസ്റ്റ്യൻ അടങ്ങിയ ഒരു കണ്ടൻറ്റ് ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും വാച്ച് ചെയ്യുക, പഠിക്കുക നന്നായിട്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ. താങ്ക് യു.